ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗീവറീസിച്ചു. ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് ഈ അടുത്ത കാലത്തോ കുറേ കാലങ്ങളായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ലവ് ജിഹാദ്, മറ്റൊന്ന് നാർക്കോട്ടിക് ജിഹാദ്. ഇത് രണ്ടും വിവാദപരമായ വിഷയങ്ങളാണ്. ഇതിനെക്കുറിച്ച് പല ക്രിസ്ത്യൻ യുവാക്കളും യുവതികളും എന്നെ വിളിച്ച് ചോദിച്ചു, ഇത് ശരിയാണോ അതോ ഇനി നമ്മളുടെ തോന്നൽ മാത്രമാണോ എന്ന്. ഇത് കോടതികളും അതുപോലെ പാർലമെൻറ്റ് നിയമസഭയൊക്കെ ഇതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. ലവ് ജിഹാദ് ഉണ്ടെന്ന് തെളിയിക്കാൻ നമുക്കത്ര എളുപ്പം സാധിക്കില്ല. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് നമുക്കത്ര എളുപ്പം സാധിക്കില്ല തെളിയിക്കാനായിട്ട്. പക്ഷേ ഇതിന് ഉപോത്ഭവമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ കാണുമ്പോൾ ഇത്തരം അജണ്ട വെച്ചുള്ള പ്രവൃത്തികൾ ഈ സമുദായത്തിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കാൻ ഉള്ള അവകാശം ഇവിടുത്തെ മറ്റിതര മതസ്ഥർക്കുണ്ട്. അതില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പിന്നെ അവരുടേതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്തും മുസ്ലിംകളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഇപ്പം നടക്കുന്ന പോലെ വ്യാപകമായിട്ടില്ലെങ്കിലും അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാരുടെയോ ഭാര്യമാരുടെയോ വീടുകളിൽ തന്നെയുണ്ട്. പക്ഷെ ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മറ്റിതര മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെ സ്നേഹിക്കുകയും അവരെ ഇവിടുന്ന് കടത്തി വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ISI തീവ്രവാദികളും മറ്റുള്ള തീവ്രവാദികൾക്കൊക്കെ വിൽക്കുകയോ അവരുടെ കൂടെ കൂടുകയോ ചെയ്യുന്ന ഒരനുഭവം ഉണ്ടായപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യം മറ്റിതര മതസ്ഥർക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിലെ നേതാക്കന്മാരായിരിക്കുന്നവർക്കും അതിലെ ഇടയന്മാർക്കും ഒക്കെ ഉണ്ടായി. അപ്പോൾ അവരതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇത് ചില കാര്യങ്ങൾ ശരിയുണ്ട് എന്ന് തോന്നി. കാരണം അജണ്ട വെച്ചിട്ട് അപ്പോൾ ഇവൻ്റെ വീട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന വിദേശത്തേക്ക് കടത്തിയിരിക്കുന്ന തീവ്രവാദ സംഘടനകളിൽ പെൺകുട്ടികളെ എത്തിച്ചു കൊടുത്തവൻ്റെ ആ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട്. ഞങ്ങളത് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ സംശയമാണ് ലവ് ജിഹാദ് ഉണ്ട് അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന സംശയം. ആ സംശയം ഇല്ല എന്ന തെളിവ് സഹിതം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മറ്റ് സമുദായത്തിൽപ്പെട്ടവർക്കാണ്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മുസ്ലിം യുവാവ് ഒരു ഇതര മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളുടെ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊരു എതിർപ്പുണ്ടാകാം. ഈ എതിർപ്പുണ്ടാകുമ്പോൾ ഈ മുസ്ലിം യുവാവിൻ്റെ സമുദായത്തിൽപ്പെട്ട സംഘടനകൾ തന്നെ, ആ സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകൾ തന്നെ വലിയ തോതിൽ ഫണ്ട് പിരിക്കുക, സുപ്രീം കോടതി വരെ കേസ് നടത്തുക, ഈ കുട്ടിയെ അവന് വേണ്ടിയിട്ട് സമ്പാദിക്കുക, ശേഷം പിന്നീട് ഈ കുട്ടിയും അവനും തമ്മിൽ സ്പ്ലിറ്റാകുന്നു, അവൻ്റെ വഴിക്ക് പോകുന്നു, അവൻ്റെ സമുദായത്തിൽ തന്നെ അവരെ കല്യാണം കഴിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ എന്തായി? അത് ചിന്തിക്കുമ്പോൾ അതൊരു ജിഹാദല്ലേ എന്ന് മറ്റൊരാൾക്ക് തോന്നിയാൽ അത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. ഇതുപോലെ പല സംഭവവാസങ്ങളുണ്ടാകുന്നു. ഒരു മുസ്ലിം യുവാവ് മറ്റേതൊരു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, പ്രത്യേകിച്ചൊരു എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്നേഹിച്ചു എന്നുള്ള ഭാവത്തിൽ അവളെ വശത്താക്കാൻ ശ്രമിക്കുന്നു. അവളുടെ വീട്ടുകാരോ ബന്ധുക്കളോ അതിനെ ഒപ്പോസ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു സംഘടന തന്നെ, ഒരു സമുദായത്തിൽപ്പെട്ട കുറേ ആളുകൾ തന്നെ അങ്ങ് വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഈ കുട്ടിയെ കടത്തിക്കൊണ്ട് പോകുന്നു, കേസ് കൊടുക്കുന്നു, കുട്ടിയെ കൊണ്ട് ഇവൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. തുടർന്നുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ അതിനുശേഷം ഇതിൽ പല കുട്ടികളുടെയും ജീവിത സാഹചര്യം കൊണ്ടൊക്കെ കാണുമ്പോഴാണ് സംശയമുണ്ടാകുന്നത്. പല കുട്ടികളും പിന്നെ ആ യൂസ് ആൻഡ് ത്രോ ആയി. കുറേ കഴിയുമ്പോഴത്തേന് കുഞ്ഞുങ്ങളുമായിട്ട് യാതൊരു ബന്ധങ്ങളില്ല, ഒരു വഴിയൊല്ലി വിട്ടു, സംഭവം തീർന്നു. അതിനകത്തൊന്ന് രണ്ട് പിള്ളേരുണ്ടെങ്കിൽ പിന്നെ ആ കൊച്ചുങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പോകുന്നത് കാണുന്നു. എന്നാൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതിൽ ഈ സംഘടിതമായ പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് ഇത് ലവ് ജിഹാദ് എന്ന കോൺസെപ്റ്റ് തോന്നുന്നത്. അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ്, ഈ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇതിനകത്ത് കൂടുതൽ പ്രതികളാകുന്നു. അവരുടെ കൈകളിലൂടെ ഈ സാധനം വ്യാപകമായി വ്യാപരിക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നു, വ്യാപാരം നടത്തപ്പെടുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവില്ലേ, ഇവരുടെ കയ്യിൽ ഇത് എവിടെ നിന്ന് വരുന്നു?
സ്വാഭാവികമായിട്ട് അതിൻ്റെ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ഈ സാധനം വരുന്നത് മുഴുവൻ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ കൈകളിൽ നിന്നാണ്. ആ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് ലഭിക്കുമ്പോൾ ഈ സംഭവം ഇവിടെ കൊണ്ട് വിതരണം ചെയ്യുന്നതും ഈ സമുദായത്തിൽപ്പെട്ട ആളുകളിലൂടെ തന്നെ ഇത് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത് മറ്റിതര സമുദായങ്ങളുടെ ഇടയിലേക്ക് ഇത് വ്യാപകമായി വിൽക്കപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇതൊരു അജണ്ടയുടെ ഭാഗമാണോ എന്ന് ചിന്തിക്കുകയും അപ്രകാരം പറയുകയും ചെയ്യുമ്പോൾ അതിനെതിരെ കൊണ്ട് കേസ് കൊടുക്കുന്നു, അതിനെതിരെ ബഹളം വെക്കുന്നു, ഞങ്ങളുടെ മതത്തെ വ്രണപ്പെടുത്തി. മതവികാരം എല്ലാവർക്കും ഒരുപോലെയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മതമല്ല ഒന്നാമത്തെ ഘടകം, മനുഷ്യനാണ്. മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യന് നന്മ ചെയ്യുവാനും പ്രയോജനപ്പെടുത്തുന്നതല്ല എങ്കിൽ മതം ദൈവികമല്ല. മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിച്ചാലും അത് ദൈവികമാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതാൻ എനിക്ക് അവകാശമുണ്ട്. ആ അവകാശം ഞാൻ വിനിയോഗിക്കുമ്പോൾ അതിനെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു, ബഹളം വെക്കുന്നു. പി സി ജോർജ് പറഞ്ഞു, ഉടനെ പി സി ജോർജിനെതിരെ മതവികാരം പറഞ്ഞ് കേസ് കൊടുത്തവരോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. നസ്രാനായ യേശു ക്രിസ്തു, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം തന്നെ പ്രസവിച്ച അമ്മയായ മറിയത്തിൻ്റെ 14-ാമത്തെ വയസ്സിലാണ്, 13 വയസ്സുള്ള പെൺകുട്ടിയാണ് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുണ്ടായത്. അത് വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. 13 വയസ്സ് എന്ന് പറയുന്നില്ലെങ്കിലും അവളുടെ വയസ്സറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ദൈവാലയത്തിൽ അവളെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ച് 13 വയസ്സ് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഇന്നും ഏകദേശം അങ്ങനെ ആ സമയത്ത് വയസ്സറിയിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കണക്കിൽ അവൾ പ്രായപൂർത്തിയായി എന്നതുകൊണ്ട് അവൾക്ക് ഉത്തമനായ ഒരു ഭർത്താവിനെ തേടി. ആ തേടി അവൾക്കൊരു ഉത്തമനായ ഭർത്താവായി യൗസേപ്പിനെ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ആയിരിക്കുന്നിടത്ത് ഇവിടെ എന്ത് പറയുന്നു, ഒരു തലയിലൊരു മുണ്ടൊക്കെ ഇട്ട ഒരു ഉസ്താദ് അയാൾ പറയുകയാണ്, ക്രിസ്മസ് ആഘോഷിക്കുന്നത് പഴച്ചു പറ്റവൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ പഴച്ചു പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മതവികാരം ഒന്നും ഇളകാൻ ഇല്ലേ? പക്ഷെ ഞങ്ങൾ മതവികാരത്തെ ഇളക്കിയിട്ടല്ല ജീവിക്കുന്നത്. ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിനെയോ ഞങ്ങളെയോ അപമാനിച്ചതാൽ അതിനെ ക്ഷമിക്കുവാനും നസ്രാനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ക്ഷമിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നവരാണ് ഞങ്ങൾ. അപ്പം നിങ്ങൾക്കത് കഴിയില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ മതവികാരം എന്തെങ്കിലും പറയുന്ന ഉടനെ മതവികാരം അങ്ങ് പൊട്ടി ഒഴുകുന്നത്? യേശു ക്രിസ്തുവിനെ പിഴച്ചു പറ്റവൻ്റെ ജന്മദിനമായിട്ട് ക്രിസ്മസിനെ ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതേ വേദന ഞങ്ങൾക്കും ഉണ്ടാവാറുണ്ട് അല്ലേ? അങ്ങനെ അങ്ങോട്ട് തിരിച്ച് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ ജീവചരിത്രത്തെ എടുത്തു വെച്ച് ഞങ്ങളും പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാനുള്ള അവകാശമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് ഇന്ത്യ മഹാരാജ്യമുള്ളത്. ആ പൂഞ്ഞാറിലെ പി സി ജോർജ് ഇത്ര ഒരു കാര്യം പറഞ്ഞുവെങ്കിൽ ഒന്ന് ഓർക്കുക, കാസ എന്ന് പറയുന്ന സംഘടന ക്രിസ്ത്യൻ ഹെൽപ്പ് ലൈൻ എന്ന പേരിൽ അത് ചെമ്പക്കരയിൽ അതിൻ്റെ ഓഫീസ് ആരംഭിച്ച കാലം മുതലേ ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. അനേക കുട്ടികളെ ഇത്തരത്തിൽ വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ക്രിസ്ത്യൻ ഹെൽപ്പ് ലൈൻ ഉണ്ടായത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ആൺകുട്ടികളെ വേറൊരു വഴിക്കൂടെ. അങ്ങനെയാണല്ലോ കാശ്മീരിൽ പോയി ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആൺകുട്ടികൾ മതം മാറി അവിടെ ചെന്ന് വെടിയേറ്റ് മരിച്ചത്. എന്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളെ നിങ്ങൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് വിട്ടില്ല മതം മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഇത്ര വിശ്വാസം പറഞ്ഞു കൊടുത്തിട്ട്? ഈ പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നടന്നത് എന്താണ്? അവിടെ നടന്ന് പച്ചയ്ക്കുള്ള വർഗീയതയല്ലേ? ഒരു 4ലും 5ലും പഠിക്കുന്ന കുട്ടികളോട് കൂടെ പഠിക്കുന്ന കുട്ടികളെ മതം മാറ്റണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തില്ലേ അവിടെ? ഇത്തരം പ്രവർത്തികളെ കാണുമ്പോൾ അതിനെ എതിർക്കാനുള്ള അവകാശം ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ടെന്ന് ഞങ്ങളത് ചെയ്യുന്നു. ഞങ്ങൾ വാളെടുക്കുന്നില്ല, കത്തിയെടുക്കുന്നില്ല, ഞങ്ങൾ യുദ്ധത്തിന് വരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയം ഞങ്ങളുടെ ജനങ്ങളോടാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളിതിൽ ചെന്ന് വംശോധരാകരുത്, നിങ്ങളിൽ ചെന്ന് പെട്ടുകൊടുക്കരുത്, നിങ്ങൾ അവരോടുള്ള സൗഹൃദത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കരുത്, സൗഹൃദം വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. മറിച്ച് നിങ്ങൾ വിവേകമുള്ളവരും വിവേചിച്ചറിയുന്നവരുമായി തീരുക എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് ചെയ്തിരിക്കും.
പാലാ പിതാവ് മോർ ജോസഫ് കല്ലറങ്ങാട് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞത് പബ്ലിക് സ്റ്റേഡിയത്തിൽ സ്റ്റേജ് വെച്ച് കെട്ടിയിട്ടല്ല, കുറവലങ്ങാട് പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ അജഗണങ്ങളോടാണ് പറഞ്ഞത്. നിങ്ങൾ സൂക്ഷിക്കണം. അതിനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെന്നേ. ഇപ്പം എന്നോട് ചോദിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മക്കളെ, ഇത് ഇന്ന രീതിയിൽ തെളിയിക്കാൻ സാധിക്കില്ല, പക്ഷേ ഇന്ന രീതികളിൽ അവർ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾക്കതിനെ തിരിച്ചറിയാൻ കഴിയണം. നിങ്ങളതിനെ തിരിച്ചറിയാൻ കഴിയണം. അവരുടെ സമീപന രീതി, നിങ്ങൾ അവർക്ക് അപശബ്ദരായി കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ രീതികളിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. അത് സൂക്ഷിക്കണം. ഇത് ഞങ്ങൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്, ഞങ്ങളത് പറയും. കാസ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടി ശക്തമായ നിലകൊണ്ടപ്പോൾ കാസ വർഗീയവാദിയായെങ്കിൽ സ്വന്തം മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ട് അതിനെ മതേതര പാർട്ടി എന്ന് പറയുന്ന ആളുകളോട് കാസ ഒരു വർഗീയവാദി പാർട്ടിയാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയും സഹതാപമേ തോന്നുന്നു. കാസ എന്ന് പറയുന്ന സംഘടന വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതല്ല. അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാനതുമായിട്ട് വളരെയേറെ അടുത്ത് പെരുമാറിയിട്ടുള്ള അടുത്ത് അവരുടെ പ്രവർത്തകരൊക്കെ ആയിട്ട് ഇടപെട്ടുള്ള ഈ കാസ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവരും അതിൽ നിന്ന് റിക്കവറിയായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സഹായിക്കുക എന്ന രീതിയിൽ തന്നെ രൂപീകരിക്കപ്പെട്ടതാണ്. അത് വർഗീയതയല്ല, അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ആപത്തിൽ ചെന്ന് ചാടുന്നവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കുക എന്നുള്ളത് അതവിടെ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടോ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടോ ഒന്നുമല്ല. നിങ്ങൾ കാണിക്കുന്ന പോലെ സംഘടിതമായി വന്നിട്ട് ആക്രമിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ കൈവെട്ടും കാലുവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുമെന്നും ഞാൻ ക്രിസ്ത്യാനികളുടെ ഒരു ഭാഷയും രീതി അല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങൾക്ക് മിണ്ടാനേ പാടില്ല, മറ്റിതര മത്സരർക്ക് മിണ്ടാനേ പാടില്ല എന്നുള്ള ആ ലൈന് കൊള്ളില്ല. എന്തായിരുന്നാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.